നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള. മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാം പ്രതിയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇയാളെ രാവിലെ റാന്നി കോടതിയിൽ ഹാജരാക്കും. കട്ടിളപ്പാളി തട്ടിയ കേസിലും മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനിടെ ഇന്നലെ കോടതി റിമാൻഡ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിങ്കളാഴ്ച വീണ്ടും ഹാജരാക്കും. കട്ടിളപ്പാടി തട്ടിയ കേസിലും പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. PM ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെച്ചുള്ള കത്ത് തയ്യാർ. PM ശ്രീ പദ്ധതിയിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ. മന്ത്രിസഭാ തീരുമാനം ചീഫ് സെക്രട്ടറി ഇന്ന് കത്തിലൂടെ കേന്ദ്രത്തെ അറിയിക്കും. മന്ത്രിസഭാ തീരുമാനം എന്ന നിലയ്ക്കാണ് ചീഫ് സെക്രട്ടറി കത്തയക്കുക. അതേസമയം PM ശ്രീയിൽ ഇനി വാക്പോര് വേണ്ടെന്ന നിലപാടിൽ CPI നേതൃത്വം. കണ്ണൂരിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ച AYF പ്രവർത്തകർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. ഓട്ടം വിളിച്ചു, പിന്നാലെ കാർ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞു. കാർ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞ സംഘം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂരിലാണ് സംഭവം. മുണ്ടത്തിക്കോടുള്ള വിനോദിന്റെ കാറാണ് തട്ടിയെടുത്തത്. ഓട്ടം വിളിച്ചതിന് പിന്നാലെ വടക്കാഞ്ചേരി കല്ലമ്പാറയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച വിനോദിന്റെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞാണ് ഡ്രൈവറെ മർദ്ദിച്ച കാർ തട്ടിയെടുത്തത്. തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപമുള്ള ടാക്സി സ്റ്റാൻഡിൽ നിന്നാണ് ഓട്ടം വിളിച്ചത്. കുറുവാഞ്ചേരിയിലെ വീട്ടിലെത്തി വീട്ടുകാരെ കൂട്ടി ആലുവയ്ക്ക് പോകണമെന്നായിരുന്നു പറഞ്ഞത്. 3 പേരടങ്ങിയ സംഘമാണ് കാർ തട്ടിയെടുത്തത്. GPS ഘടിപ്പിച്ച കാറിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് പോലീസ് മണിക്കൂറുകൾക്കകം വാഹനം കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കണ്ടെത്തിയത്. എന്നാൽ പോലീസ് എത്തും മുമ്പേ പ്രതികൾ കടന്നു കളഞ്ഞു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാത്രി നടന്ന അപകടം നാട്ടുകാർ അറിയുന്നത് പുലർച്ചെ. യുവാവിന് ദാരുണാന്ത്യം. വൈക്കം തോട്ടുവക്കത്തിന് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. പാലക്കാട് ഒറ്റപ്പാലം രജിസ്ട്രേഷൻ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒറ്റപ്പാലം സ്വദേശിയായ അമൽ സൂരജാണ് മരിച്ചത്. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. ഇന്ന് പുലർച്ചെ നാട്ടുകാരാണ് കാർ കനാലിലേക്ക് മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വൈക്കം അഗ്നിരക്ഷാസേന എത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. പോലീസ് മർദ്ദനത്തിൽ ഷാഫി പറമ്പിൽ MP കോടതിയിലേക്ക്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് വടകര MP ഷാഫി പറമ്പിലിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. MP ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാരോപിച്ചാണ് നീക്കം. വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പേരാമ്പ്ര സംഘർഷത്തിൽ തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണ് എന്നതുൾപ്പെടെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് നീക്കം. സർവീസിൽ നിന്ന് പുറത്താക്കിയ ശേഷം രഹസ്യമായി തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥനാണ് തന്നെ ആക്രമിച്ചതെന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ ആരോപണം.